ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ സോഷ്യോളജി എന്ന് പറയുന്ന രണ്ടാമത്തെ ബ്ലോക്കിലേക്കാണ് കടക്കുന്നത്. അതിലെ ഒന്നാമത്തെ യൂണിറ്റാണ് സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സൊസൈറ്റി, സമൂഹം എന്താണെന്നും കമ്മ്യൂണിറ്റി, സമുദായം എന്താണെന്നുമാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക. സൊസൈറ്റി, സമൂഹം അല്ലേ. അപ്പോൾ ഈ സമൂഹം എന്ന് പറയുന്ന പദം സോഷ്യോളജിയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് അല്ലേ. അപ്പോൾ സൊസൈറ്റി എന്ന് പറയുന്ന പദം വരുന്നത് ഫ്രഞ്ച് വാക്കായിട്ടുള്ള സോഷ്യറ്റസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്. അതും വരുന്നത് ലാറ്റിൻ പദമായിട്ടുള്ള സോഷ്യസ് എന്നാണ്. ഈ സോഷ്യസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടുകെട്ട്, സൗഹൃദം അല്ലേ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എന്താണ് സമൂഹം എന്ന് ചോദിച്ചാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അത് വ്യക്തത ഇല്ലാത്ത ഒരു പദമായിട്ട് നമുക്ക് തോന്നാവുന്ന കാര്യമാണ്. അപ്പോൾ സോഷ്യോളജിസ്റ്റുകൾ സമൂഹത്തിന് കൃത്യമായിട്ടുള്ളൊരു നിർവചനം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് മേക്കൈവർ അല്ലേ. മേക്കൈവർ സമൂഹത്തെക്കുറിച്ച് പറയുന്നത് സാമൂഹ്യ ബന്ധങ്ങളുടെ വലക്കെട്ടാണ് സമൂഹം അല്ലേ. സാമൂഹ്യ ബന്ധങ്ങളുടെ വലക്കെട്ടാണ് സമൂഹം. അപ്പോൾ സമൂഹം എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങളുടെ സൃഷ്ടിയാണ്. സാമൂഹ്യ ബന്ധങ്ങളാണ് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് ആര് പറയുന്നത്? മേക്കൈവർ പറയുന്നത്. അപ്പോൾ സമൂഹം ഉണ്ടായിട്ടുള്ളത് മനുഷ്യബന്ധങ്ങളിലൂടെയാണ്. സാമൂഹ്യ ബന്ധങ്ങളുടെ സൃഷ്ടിയാണ്. സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു വലക്കെട്ടാണ് സമൂഹം എന്നാണ് ആര് പറഞ്ഞു പോകുന്നത്? മേക്കൈവറെ പോലുള്ള സോഷ്യോളജിസ്റ്റുകൾ പറഞ്ഞു പോകുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് സമൂഹം ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ പരസ്പരം ബന്ധമുള്ള ഒരുപാട് മനുഷ്യർ ചേരുമ്പോഴാണ് ഒരു സമൂഹം ഉണ്ടായിത്തീരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലിലൂടെയാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത് എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അംഗങ്ങൾക്ക് സമൂഹത്തിലെ മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു ബോധവും അവർ തമ്മിൽ, ഈ മനുഷ്യന്മാർ തമ്മിൽ പരസ്പര ബന്ധമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു സമൂഹം നിലനിൽക്കുന്നത് എന്നാണ് സോഷ്യോളജിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര അവബോധം ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് ആന്റണി ഗിഡൻസിനെ പോലുള്ള സോഷ്യോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ എന്താണ് സമൂഹം എന്ന് ചോദിച്ചാൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. മനുഷ്യബന്ധങ്ങളുടെ ശൃംഖലയാണ് സമൂഹം അല്ലേ. മേക്കൈവർ പറയുന്ന ഡെഫിനിഷന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു വലക്കെട്ടാണ് സമൂഹം. ഇതാണ് സൊസൈറ്റിക്ക്, സമൂഹത്തിന് നൽകുന്ന ഏറ്റവും നല്ല ഒരു നിർവചനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിൻ്റെ സവിശേഷതകൾ. അപ്പോൾ സമൂഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു വലക്കെട്ടാണ് സമൂഹം എന്ന് പറഞ്ഞു. മനുഷ്യന്മാർ തമ്മിൽ അറിയാനോ അവർ തമ്മിൽ ഇടപെടാനോ ഒക്കെ ഉള്ള ഒരു ഇടമായിട്ടാണ് നമ്മൾ സമൂഹത്തെ കാണേണ്ടത് അല്ലേ. ലോകത്ത് പലതരത്തിലുള്ള സമൂഹങ്ങളുണ്ട്. ഗ്രാമീണ സമൂഹങ്ങളുണ്ട്, നാഗരിക സമൂഹങ്ങളുണ്ട് അല്ലേ. ഇങ്ങനെ സമൂഹങ്ങൾ, പല വ്യത്യസ്ത തരത്തിലുള്ള സമൂഹങ്ങളുണ്ടെങ്കിലും എല്ലാ സമൂഹങ്ങൾക്കും പൊതുവായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. അതാണ് സമൂഹത്തിൻ്റെ സവിശേഷത കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഓരോന്നായിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം. അപ്പോൾ സമൂഹത്തിന്റെ സവിശേഷതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒന്നാമത്തത് പീപ്പിൾ ഫോം സൊസൈറ്റി. സമൂഹം രൂപീകരിക്കുന്നത് ജനങ്ങളാണ് അല്ലേ. മനുഷ്യന്മാരാണ് സമൂഹം ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മനുഷ്യനില്ലാതെ സമൂഹത്തിനും സാമൂഹ്യ ബന്ധങ്ങൾക്കൊന്നും എന്തില്ല, നിലനിൽപ്പില്ല. മനുഷ്യനില്ലാതെ സമൂഹത്തിനും നിലനിൽപ്പില്ല, മനുഷ്യബന്ധങ്ങൾക്കും നിലനിൽപ്പില്ല എന്നെന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് സമൂഹം ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ജനങ്ങൾ അത്യാവശ്യമാണ്. അപ്പം ജനങ്ങളാണ് സമൂഹം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇതാണ് സമൂഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. അപ്പോൾ ജനങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ് സമൂഹത്തെ സൃഷ്ടിക്കുന്നത്, സമൂഹത്തെ രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തത് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് മ്യൂച്വൽ അവയർനെസ്, വിവരങ്ങളുടെ കൈമാറ്റവും പരസ്പര അവബോധവും അല്ലേ. അതായത് സമൂഹത്തിലെ മനുഷ്യന്മാർ തമ്മിൽ നിരന്തരം വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറ്റം ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ അവർ തമ്മിൽ നല്ല രീതിയിൽ ഒരു അവബോധവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പര അവബോധം നിലനിൽക്കുന്നുണ്ട്, അവർ തമ്മിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഇത് സമൂഹത്തിൻ്റെ അന്തസത്തയാണെന്ന് മനസ്സിലാക്കുക. മനുഷ്യർ തമ്മിലുള്ള പരസ്പര ഇടപെടലും അവർ തമ്മിലുള്ള അവബോധമൊക്കെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് അത്യാവശ്യമുള്ള കാര്യമാണെന്ന് ഓർത്തു വെക്കുക. ഇനി മൂന്നാമത്തെ പ്രത്യേകത സാമൂഹ്യ ഇടപെടൽ അല്ലേ, സോഷ്യൽ ഇൻ്ററാക്ഷൻ. ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് മനുഷ്യന്മാർ തമ്മിലുള്ള പരസ്പര ഇടപെടൽ അല്ലേ. അപ്പോൾ മനുഷ്യന്മാർ സമൂഹത്തിൽ പലതരത്തിൽ ഇടപെടാറുണ്ട് അല്ലേ. അതിനെ നമ്മൾ സാമൂഹ്യ പ്രക്രിയകൾ എന്ന് വിളിക്കുക. ചിലർ തമ്മിൽ മത്സരിക്കുന്നു, ചിലർ തമ്മിൽ സഹകരിക്കുന്നു, ചിലർ തമ്മിൽ സംഘർഷമുണ്ട്. ഇങ്ങനെ മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം ഇടപെടുന്ന
രീതികൾ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ്. മനുഷ്യന്മാർ തമ്മിലുള്ള പരസ്പര ഇടപെടലില്ലെങ്കിൽ സമൂഹം ഇല്ല. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ഇടപെടൽ സമൂഹത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. ഇനി നാലാമത്തത് സൊസൈറ്റി റെസ്റ്റ് ഓൺ ലൈക്ക്നെസ്. സമൂഹത്തിൽ സാമ്യതകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സാമ്യത ഇല്ലാതെ സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയൂല അല്ലേ. ഒരു സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിൽ അടുപ്പുണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിലെ ആ അംഗങ്ങൾ തമ്മിൽ പല സാമ്യതകളും വേണം അല്ലേ. ഒരേ മനസ്സും ശരീരവും പോലെ ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്ക് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ചില സാമ്യതകളും ആ സാമ്യതകളിലൂടെ അവർ തമ്മിൽ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ, അടുപ്പമുണ്ടെങ്കിലേ സമൂഹത്തിന് നിലനിൽപ്പുള്ളൂ. അപ്പോൾ സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിൽ പല കാര്യത്തിലും എന്ത് വേണം, ജീവിത രീതിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ സാമ്യതകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി സമൂഹത്തിൻ്റെ അഞ്ചാമത്തെ സവിശേഷത നോക്കുക. സൊസൈറ്റി അക്കോമഡേറ്റ്സ് ഡിഫറൻസസ് അല്ലേ. സമൂഹം വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലേ. അപ്പോൾ വ്യത്യാസങ്ങളും സമൂഹത്തിൽ വേണം. സാമ്യതകൾ മാത്രം പോരാ, വ്യത്യാസങ്ങളും സമൂഹത്തിൽ വേണം അല്ലേ. പലതരത്തിലുള്ള സാമൂഹ്യ വിഭാഗങ്ങൾ, പലതരത്തിലെ തൊഴിൽ ചെയ്യുന്ന അംഗങ്ങൾ ഒക്കെ സമൂഹത്തിന് അത്യാവശ്യമാണ്. എന്നാലേ ഒരു സമൂഹത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ സാമ്യതകൾ മാത്രം പോരാ, ജനങ്ങൾ തമ്മിലും സാമൂഹ്യ വിഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും വ്യത്യസ്ത തൊഴിൽ ചെയ്യുന്നവരും ഇവരൊക്കെ ഉൾക്കൊള്ളാൻ സമൂഹത്തിന് കഴിയേണ്ടത് ഉണ്ട്. വ്യത്യാസങ്ങളില്ലെങ്കിൽ സമൂഹത്തിൻ്റെ വളർച്ച തന്നെ മുരടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സമൂഹത്തിൽ എന്തും കൂടി അത്യാവശ്യമാണ്. സാമൂഹ്യ വിഭാഗം, വ്യത്യസ്ത തരം സാമൂഹ്യ വിഭാഗങ്ങൾ, വ്യത്യസ്ത തൊഴിൽ ചെയ്യുന്ന ജനവിഭാഗങ്ങൾ അല്ലേ. സമൂഹത്തിൽ ധാരാളം വ്യത്യാസങ്ങൾ ആവശ്യമാണ്. വ്യത്യാസങ്ങളില്ലെങ്കിൽ സമൂഹത്തിൻ്റെ വളർച്ച തന്നെ മുരടിക്കാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി ആറാമത്തെ കാര്യം കോഓപ്പറേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. സഹകരണവും തൊഴിൽ വിഭജനവും സമൂഹത്തിന് അത്യാവശ്യമാണ് അല്ലേ. സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പര സഹകരണം അത്യാവശ്യമാണ്. എന്നാലേ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് നല്ല രീതിയിൽ നടക്കുള്ളൂ. അപ്പോൾ സഹകരണം ഇല്ലാതെ മനുഷ്യ സമൂഹത്തിന് നിലനിൽപ്പില്ല. മനുഷ്യ ജീവിതം തന്നെ ഒരിക്കലും സഹകരണം ഇല്ലാതെ സാധ്യമല്ല. അപ്പോൾ സഹകരണം മനുഷ്യ സമൂഹത്തിൻ്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക. വ്യത്യസ്ത തൊഴിൽ ചെയ്യുന്ന ജനവിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം സഹകരിക്കുകയും പരസ്പരം ആശ്രയിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു സമൂഹം നല്ല രീതിയിൽ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകുക എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സഹകരണവും തൊഴിൽ വിഭജനവും ഈ വ്യത്യസ്ത തൊഴിൽ ചെയ്യുന്ന ജനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ആശ്രയത്തൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഒരു സമൂഹത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുക എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ. സമൂഹത്തിൻ്റെ ഏഴാമത്തെ സവിശേഷത സൊസൈറ്റി ഈസ് ഡൈനാമിക്. സമൂഹം ചലനാത്മകമാണ്. സമൂഹം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. നിലവിലുള്ള കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമൂഹത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ. സമൂഹം എന്നും ഒരുപോലെ നിലനിൽക്കാൻ പാടില്ല. കാരണം എന്താണ്, സമൂഹത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ മാറ്റം വരും. അതിനനുസരിച്ച് സമൂഹവും മാറേണ്ടി ഇരിക്കുന്നു. അതുകൊണ്ട് സമൂഹം ചലനാത്മകമാണ്. അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. സമൂഹത്തിൽ വളരെ പെട്ടെന്നും ചിലപ്പം ക്രമേണയും മാറ്റങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, സംഭവിക്കാറുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്, സമൂഹം ചലനാത്മകമാണ് എന്നുള്ളത് സമൂഹത്തിൻ്റെ ഏഴാമത്തെ പ്രത്യേകത. എട്ടാമത്തത് സോഷ്യൽ കൺട്രോൾ. സാമൂഹ്യ നിയന്ത്രണം സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അല്ലേ. സമൂഹത്തിലെ എല്ലാവർക്കും ജീവിക്കണം എന്നുണ്ടെങ്കിൽ സമൂഹത്തിലെ ഓരോ അംഗങ്ങളെയും നിയന്ത്രിക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് അല്ലേ. മനുഷ്യന്മാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ എല്ലാവരും അവർ തോന്നിയ പോലെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ ആർക്കും ജീവിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ മനുഷ്യന്മാരെ നിയന്ത്രിക്കാൻ, സമൂഹത്തിലെ അംഗങ്ങളെ നിയന്ത്രിക്കാൻ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. ഈ നിയമങ്ങളെയും നിയന്ത്രണങ്ങളെയുമാണ് നമ്മൾ സാമൂഹ്യ നിയന്ത്രണം എന്ന് വിളിക്കുക അല്ലേ. ഈ നിയന്ത്രണങ്ങളില്ലെങ്കിൽ സമൂഹത്തിൽ ക്രമം ഉണ്ടാവില്ല. സമൂഹത്തിൽ എപ്പോഴും സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സാമൂഹ്യ നിയന്ത്രണം സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ്. എട്ടാമത്തെ സവിശേഷതയായിട്ട് അത് പഠിച്ചു വെക്കുക. ഒൻപതാമത്തത് സൊസൈറ്റി ഈസ് അബ്സ്ട്രാക്റ്റ്. സമൂഹം കേവലമാണ്. സമൂഹത്തെ നമുക്ക് കാണാൻ പറ്റൂല. സമൂഹം എന്ന് പറയുന്നത് സാമൂഹ്യ ബന്ധങ്ങളിലൂടെ ഉണ്ടാവുന്നതാണ്. സാമൂഹ്യ ബന്ധങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല, മറിച്ച് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് സമൂഹം. സാമൂഹ്യ ബന്ധങ്ങളും സമൂഹമൊക്കെ നമുക്ക് അനുഭവിച്ചറിയാനേ സാധിക്കൂ. അതിനെ കാണാൻ കഴിയാത്തതുകൊണ്ട് സമൂഹം എന്താണ്, ഒരു കേവലമായിട്ടുള്ള ആശയമാണ്, ഒരു അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. സമുദായം കൂടി പറയാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ ക്ലാസ് നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്ത് കൂടും. അതുകൊണ്ടാണ് അടുത്ത ക്ലാസ്സിൽ നാളെ നമുക്ക് സമുദായത്തെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.